നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളക്കരയാകെ ഏറ്റുപാടിയ ഗാനമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനും CPM-നുമെതിരെ ഇറങ്ങിയ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റിയെന്നും ശാസ്താവിന്റെ ധനമൂറ്റിയെന്നും സഖാക്കളാണ് സ്വർണം കട്ടതെന്നും പറയുന്ന ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോഴും ഷെയർ ചെയ്യുന്നത്. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി ഹിറ്റടിച്ച വൈറൽ ഗാനത്തിനു ശേഷം മറ്റൊരു രസകരമായ ഗാനത്തിന്റെ പണിപ്പുരയിലാണ് അതേ ടീം. ഈ വരികൾ എഴുതിയ GP കുഞ്ഞബ്ദുള്ള ചലപ്പുറം ഖത്തറിലെ പ്രവാസികൾക്കിടയിൽ സുപരിചിതനാണ്. ബിസിനസ് സംരംഭവുമായി 4 പതിറ്റാണ്ടായി ഖത്തർ പ്രവാസിയായ അദ്ദേഹം കോഴിക്കോട് നാദാപുരം സ്വദേശിയാണ്. 600ഓളം പാട്ടുകൾ എഴുതിയ അദ്ദേഹം തന്റെ 120ഓളം മാപ്പിളപ്പാട്ടുകളുടെ സമാഹാരമായ വർണ്ണചരിത്രം എന്ന പുസ്തകവും ഒടുവിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ഹിറ്റടിച്ച വൈറൽ ഗാനത്തിന് ശേഷമാണ് ഈയൊരു ടീം മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാനിരിക്കുന്നത്. പോറ്റിയെ കേറ്റി എന്ന ഗാനത്തിന്റെ 2ാം ഭാഗം വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തുപാട്ട് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. വാസു ജയിലിൽ നിന്ന് പിണറായി വിജയൻ എഴുതുന്ന കത്തിന്റെ രൂപത്തിലാണ് പാട്ട്. GP ചാലപ്പുറം തന്നെയാണ് ഇതും എഴുതുന്നത്. 10-15 ദിവസത്തിനുള്ളിൽ പാട്ട് റിലീസ് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികൾക്കായി പാരഡി ഗാനങ്ങൾ പാർട്ടികളും മുന്നണികളും അവതരിപ്പിക്കാറുണ്ട്. നാട്ടിലെ വികസന നേട്ടങ്ങളും അഴിമതികൾ എന്നിവ അവതരിപ്പിച്ചും മുന്നണിയുടെയും സ്ഥാനാർത്ഥിയുടെയും വാഗ്ദാനങ്ങൾ പറഞ്ഞും പുറത്തിറങ്ങുന്ന പാരഡി ഗാനങ്ങൾ വോട്ടർമാരിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അനൗൺസ്മെന്റ് വാഹനങ്ങളിലും സോഷ്യൽ മീഡിയകളിലൂടെയും ഇവ ജനങ്ങളിലേക്ക് എത്തിച്ച് ഓളമുണ്ടാക്കുകയാണ് സാധാരണ മുന്നണികൾ ചെയ്യാറുള്ളത്. എന്തായാലും അദ്ദേഹം എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മുടിക്കോടിന് അയച്ചു നൽകുകയായിരുന്നു. ഡാനിഷാണ് ആദ്യം മ്യൂസിക് ചെയ്തിരുന്നത്. തുടർന്ന് CMS മീഡിയയുടെ ഉടമയായ സുബൈർ പന്തല്ലൂരുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം പുറത്തിറക്കുകയായിരുന്നു. നാസർ കൂട്ടിലങ്ങാടിയാണ് ഡബ് ചെയ്തത്. പുറത്തിറങ്ങിയതോടെ പാട്ട് നാട്ടിലെങ്ങും ഹിറ്റായി. എന്തായാലും പാടിയ പാട്ട് അപ്രതീക്ഷിതമായി വൈറലായതിന്റെ ത്രില്ലിലാണ് ഡാനിഷ് മലപ്പുറം എന്ന ഗായകനും. ഓർമ്മയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് എഴുതിയതെന്ന് GP കുഞ്ഞബ്ദുള്ള പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഫലം ശബരിമല അടക്കം ജനവിരുദ്ധമായ ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ തിരിച്ചടിയാണെന്നും ആ നിലപാടുകൾ തിരുത്താൻ അവർ സന്നദ്ധമാകണമെന്നും ഇടതുപക്ഷക്കാർ തന്നെ പിണറായിനെതിരെ രംഗത്ത് വന്നെന്നും GP കുഞ്ഞബ്ദുള്ള പറയുന്നു. നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും തുടർച്ചയായി വിളിച്ച് സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റിന് മുന്നിൽ UDF MPമാരുടെ പ്രതിഷേധവുമുണ്ടായിരുന്നു. ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും MPമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് പാടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. പാട്ടിനെതിരെ CPM നേതാവ് AA റഹീം MP രംഗത്ത് വന്നു. പോറ്റിയെ കേറ്റിയെ എന്ന അയ്യപ്പ പാട്ടിന്റെ പാരഡി ഗാനത്തിലാണ് കോൺഗ്രസ് ഊന്നിയതെന്നും മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണവിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും റഹീം ഒരു ചാനൽ ചർച്ചയിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ LDF വികസനത്തിൽ ഊന്നിയപ്പോൾ UDF സ്വർണ്ണപ്പാളി വിഷയത്തിന് പിന്നാലെ പോയെന്നായിരുന്നു റഹീമിന്റെ വാദം.